മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണീയം മൂന്നാമത്തെ ദശകം 8-ാമത്തെ ശ്ലോകം. അർത്ഥം പറയണത് കിഴക്കേപ്പാട്ടുകാരിയത്ത് ഭാരതി. പ്രഭൂതാധിവ്യാധി പ്രസഭചലിതേ മാമകഹൃതി ത്വദീയം തദ്രൂപം പരമസുഖചിദ്രൂപമുദിയാത് ഉദഞ്ചത് രോമാഞ്ചോ ഗളിതബഹുഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാസം ദുരുപശമപീഡാപരിഭവൻ. ശാരീരികമായും മാനസികമായിട്ടുമുള്ളതായിട്ടുള്ള ക്ലേശം കൊണ്ടാണ് ഭഗവാനിൽ ഭക്തി വർദ്ധിക്കുന്നതിനുള്ളതായിട്ടുള്ള താമസം വരണത് എന്ന് പൂർവ്വശ്ലോകത്തിൽ പറഞ്ഞു. മുൻപിലത്തെ ശ്ലോകത്തിൽ അത് വ്യക്തമാക്കി. അതുകൊണ്ട് ആ മാനസികവും ശാരീരികവുമായിട്ടുള്ള ക്ലേശങ്ങളെയൊക്കെ മാറ്റി അങ്ങയുടെ മൂർത്തി കാണുന്നതിലും ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനൊക്കെ എൻ്റെ കരകരണാദികളെ പ്രേരിപ്പിക്കാൻ ആയിട്ട് ഉള്ള അഭ്യർത്ഥന ആണ് പൂർവ്വശ്ലോകത്തിൽ കഴിഞ്ഞ ശ്ലോകത്തിലുണ്ടായത്. ഇനി ഈ ശ്ലോകത്തിൽ ആ വ്യാധികൾ കൊണ്ടുള്ളതായിട്ടുള്ള ബുദ്ധിമുട്ട്, അപ്പോൾ ആ വ്യാധികളെ ഇല്ലാതാക്കിയാൽ മാത്രമേ, വ്യാധികളെ ഇല്ലാണ്ടാക്കിയാൽ മാത്രമേ ഭക്തി എന്നുള്ളത് പൂർണ്ണമായിട്ട് ഉണ്ടാവാൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ട് ആ ആദിവ്യാധികളെയൊക്കെ ഇല്ലാതാക്കാനുള്ള അഭ്യർത്ഥനയാണ് ഇതിലും പറയണത്, ഈ ശ്ലോകത്തിലും പറയണത്. പ്രഭൂതാധിവ്യാധി പ്രസഭചലിതേ മാമകഹൃതി. മാമകഹൃതി എൻ്റെ ഹൃദയത്തിൽ, മാമകം എൻ്റേതായിട്ടുള്ള ഹൃദയത്തിൽ, എൻ്റെ ഹൃദയത്തിൽ എങ്ങനെയുള്ളതാണത്? പ്രഭൂതാധിവ്യാധി പ്രസഭചലിതേ. അത് ഇപ്പോൾ എങ്ങനെയുണ്ട്? പ്രഭൂതങ്ങളായിട്ടുള്ള അത്യധികമായിട്ടുള്ള ധാരാളമായിട്ടുള്ള ആധികൾ, മാനസികമായിട്ടുള്ള ക്ലേശങ്ങൾ, വ്യാധികൾ ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങൾ, അങ്ങനെ അത്യധികമായിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ വളരെ ക്ലേശങ്ങൾ കൊണ്ട് ചലിച്ചും കൊണ്ടിരിക്കണതാണ്, ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കണതാണ് എൻ്റെ ഹൃദയം. പ്രസഭ ചലിതേ, അത്യന്തം ചലിതമായിട്ട് ചലിച്ചും കൊണ്ടിരിക്കണതായിട്ടുള്ള, അതായത് ഇളകി മറിഞ്ഞും കൊണ്ടിരിക്കണതായിട്ടുള്ള എൻ്റെ ഹൃദയത്തിൽ അതിൽ ഇപ്പോൾ ഇതൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ തുതീയം തദ്രൂപം, അതൊക്കെ മാറിക്കഴിഞ്ഞാൽ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ആ ആധിവ്യാധികളൊക്കെ മാറിയിട്ട് തുതീയം തദ്രൂപം, തുതീയം അങ്ങയുടേതായിട്ടുള്ള തദ്രൂപം, ആ മനോഹരമായിട്ടുള്ള രൂപം ഏതാണ്? നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? സൂര്യസ്പർദ്ധി കിരീടം ഉദ്ധുതിലക പ്രോത്ഭാസി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ ആ മനോഹരമായിട്ടുള്ള രൂപത്തെ വർണ്ണിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്രകാരമുള്ളതായിട്ടുള്ള ആ ഭഗവാന്റെ ലീലാവിഗ്രഹം, ആ മനോഹരമായിട്ടുള്ള ലീലാവിഗ്രഹം തദ്രൂപം പരമസുഖ ചിദ്രൂപമുദിയാത്, അത് ഉദിയാത് എൻ്റെ മനസ്സിൽ ഉദിക്കട്ടെ. അങ്ങയുടെ രൂപം എൻ്റെ മാമകഹൃതി, എൻ്റെ ഹൃദയത്തിൽ ഉദിയാത്, എങ്ങനെ ഉദിക്കട്ടെ എന്നാണ്. ആ രൂപത്തിൻ്റെ തന്നെ ഒന്നും കൂടി പറയാണ്, വിസ്തരിക്കുകയാണ്. പരമരസ ചിദ്രൂപം, പരമരസം അത്യധികമായിട്ടുള്ള ആനന്ദം, ചിത്ത്, ജ്ഞാനം അല്ലെങ്കിൽ പ്രകാശം, അത് തന്നെയാകുന്ന ആ സ്വരൂപത്തോടു കൂടിയ അത്യധികമായിട്ടുള്ള ആനന്ദവും ജ്ഞാനവും അല്ലെങ്കിൽ പ്രകാശവുമായിട്ടുള്ള സ്വരൂപത്തോടു കൂടിയ, അതായത് സച്ചിദാനന്ദ സ്വരൂപം, ആ സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള അങ്ങയുടെ ആ രൂപം എൻ്റെ മനസ്സിൽ ഉദിക്കട്ടെ. തുതീയം തദ്രൂപം പരമരസ, രസം എന്ന് പറഞ്ഞവിടെ ആനന്ദം, ചിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്ഞാനം, പ്രകാശം എന്നൊക്കെ അർത്ഥം. അപ്പം അങ്ങനെ പരമാനന്ദ സ്വരൂപമായിട്ടുള്ള സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള അങ്ങയുടെ ആ രൂപം, സൂര്യസ്പർദ്ധി കിരീടം എന്നൊക്കെ മുമ്പ് വിസ്തരിച്ചിട്ടുള്ളതായിട്ടുള്ള ആ രൂപം എൻ്റെ മനസ്സിൽ ഉദിക്കട്ടെ. അത് ഇപ്പോൾ ഉദിക്കണമെന്നുണ്ടെങ്കിൽ പ്രയാസമാണ്. എന്താ വെച്ചാൽ അതിനെ ഇളക്കി മറിച്ചും കൊണ്ടിരിക്കണത് പ്രഭൂതങ്ങളായിട്ടുള്ള ആധികളും വ്യാധികളും ഒക്കെയാണ്. അപ്പോൾ അതിനെയൊക്കെ ഇല്ലാണ്ടാക്കിയിട്ട് എൻ്റെ മനസ്സിൽ അങ്ങയുടെ രൂപം ഉദിക്കാറാവട്ടെ. എന്നിട്ട് അങ്ങനെ ഉദിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഉദഞ്ചത് രോമാഞ്ചഹ, ഉദഞ്ചത് പൊങ്ങി വരുന്നതായിട്ടുള്ള, ഉയർന്നു വരുന്നതായിട്ടുള്ള ആ രോമാഞ്ചം, പുളകങ്ങൾ, ശരീര
രോമാഞ്ചത്തോടുകൂടി പുളകത്തോടുകൂടി ഉദഞ്ചത് രോമാഞ്ച ഗളിത ബഹുഹർഷാശ്രുനിവഹ ഗളിതമായിട്ടുള്ള ധാരാളമായിട്ട് വീണുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒഴുകിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ബഹുഹർഷാശ്രു ധാരാളമായിട്ടുള്ള ഹർഷാശ്രു സന്തോഷാശ്രു സങ്കടാശ്രു അല്ല സന്തോഷാശ്രു ആ ഭഗവാന്റെ രൂപങ്ങൾ മനസ്സിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ രോമാഞ്ചം ഉണ്ടാവും എന്നൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആ രോമാഞ്ചത്തോടു കൂടിയും ബഹുഹർഷാശ്രു ധാരാളമായിട്ടുള്ള ആനന്ദബാഷ്പങ്ങൾ സന്തോഷാശ്രുക്കൾ പൊഴിച്ചുകൊണ്ടും ഗളിത ബഹുഹർഷാശ്രു നിവഹ ധാരാളമായിട്ടുള്ളതായിട്ടുള്ള ആനന്ദാശ്രു ഇടതടവില്ലാതെ പ്രവഹിക്കുന്നതായിട്ടുള്ള ആ ആനന്ദാശ്രുക്കൾ അങ്ങനെയുള്ളതായിട്ടുള്ള ആനന്ദാശ്രുക്കൾ ഒഴുകിക്കൊണ്ടും ഗളിത ബഹുഹർഷാശ്രു നിവഹ യഥാ വിസ്മര്യാസം എങ്ങനെ ആയാലാണോ എനിക്ക് ഇതിനെയൊക്കെ വിസ്മരിക്കാൻ സാധിക്കണത്. ഏതിനെ? ദുരുപശമ പീഡാപരിഭവാൻ ദുരുപശമ പീഡാപരിഭവാൻ വിസ്മര്യാസം പീഡകളെ എല്ലാ പീഡകളെ കൊണ്ടുള്ളതായിട്ടുള്ള ആക്രമങ്ങൾ എന്നെ ആക്രമിച്ച് എന്നെ കീഴ്പ്പെടുത്തും പീഡകളിപ്പോൾ. ആ പീഡകളെ കൊണ്ടുള്ളതായിട്ടുള്ള ആക്രമണം അവയിൽ നിന്നുള്ളതായിട്ടുള്ള പരാജയം അതിനെയൊക്കെ ഞാൻ യഥാവിസ്മര്യാസം എപ്രകാരമാണോ വിസ്മരിക്കാവുന്നത് എനിക്ക് വിസ്മരിക്കത്തക്ക വിധത്തിൽ ഞാൻ അവയെയൊക്കെ മറന്നു പോകത്തക്ക വിധത്തിൽ അങ്ങയുടെ രൂപം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നാൽ എനിക്ക് എൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡകളെയൊക്കെ ഓർമ്മയില്ല, സ്മരിക്കാനേ ഇല്ലാണ്ടാവും. എൻ്റെ സ്മരണ മുഴുവൻ അങ്ങയുടെ ഈ രൂപത്തിലായിട്ട് തീരും. അപ്പം അങ്ങനെ എൻ്റെ പീഡകളെ മുഴുവൻ ഞാൻ വിസ്മരിക്കത്തക്ക വിധത്തിൽ അങ്ങയുടെ ആ രൂപം എൻ്റെ മനസ്സിൽ ഹൃദയത്തിൽ ഉദിക്കട്ടെ. ഇപ്പോൾ അത് ഈ ആധികളെ കൊണ്ടും വ്യാധികളെ കൊണ്ടും പ്രസഭചലിതമാണ്, അത്യന്തം ചലിതമാണ്. അതിനെ അങ്ങനെയുള്ളതായിട്ടുള്ള എൻ്റെ ഹൃദയത്തിൽ അങ്ങയുടെ ആ മനോഹര രൂപം ഉദിച്ച് എന്നേക്കുമായിട്ട് ഉദിച്ച് ഞാൻ ഹർഷാശ്രുക്കളോടും പുളകത്തോടും കൂടി എൻ്റെ ബാഹ്യമായിട്ടും ആന്തരമായിട്ടുമുള്ളതായിട്ട് എല്ലാ വേദനകളെയും ശമിക്കത്തക്ക വിസ്മരിക്കത്തക്ക വിധത്തിൽ അങ്ങയുടെ രൂപം എൻ്റെ മനസ്സിൽ ഉദിക്കട്ടെ, എനിക്ക് അങ്ങനെ ഭക്തി വർദ്ധിക്കട്ടെ എന്നുള്ളതായിട്ടുള്ള അർത്ഥന അതാണ് ഈ ശ്ലോകത്തിൽ വരണത്. പ്രഭൂതാധിവ്യാധി പ്രസഭചലിതേ മാമകഹൃതി ത്വദീയം തദ്രൂപം പരമസുഖചിദ്രൂപമുദിയാത് ഉദജ്ജത് രോമാഞ്ചോ ഗളിത ബഹുഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാസം ദുരുപശമ പീഡാപരിഭവൻ. മനോദുഃഖം ദേഹാസുഖമതതിനും ശാന്തി വരുവാൻ തെളിച്ചിടെന്നുള്ളിൽ തവ പരമദിവ്യം വപു വിഭോ പൊഴിച്ച ആനന്ദാശ്രു ഉടലിലതി രോമാഞ്ചസഹിതം മറക്കട്ടെ ഞാൻ എൻ അതികഠിന രോഗങ്ങളെയുടൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.